എല്ലാവർക്കും പൂവീസ് ക്രാഫ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ഹാങ്ങിങ് ഐഡിയയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം ഉരുണ്ടിട്ടുള്ളൊരു ബോട്ടിലാണ് എടുക്കുന്നത്. അതാകുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ ചെയ്യുന്ന ഈ വർക്കൊരു ഭംഗിയുണ്ടാവും. പിന്നെ ഞാനൊരു കോട്ടൺ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഒരു 100 രൂപയൊക്കെ വില വരുന്ന കോട്ടൺ ത്രെഡാണ്. അത്യാവശ്യം കട്ടിയുണ്ട്. അത് വെച്ചിട്ട് ബോട്ടിലിൻ്റെ കഴുത്ത് ഭാഗത്ത് ഞാൻ വലിയ ടൈറ്റ് ഇല്ലാണ്ട് ഓവർ ടൈറ്റ് ആക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ചൊരു ലൂസ് വേണം. കെട്ടും ഓവർ ടൈറ്റ് ആവണ്ട, നമുക്ക് അവസാനം ആ കെട്ടൊന്ന് അഴിക്കേണ്ടി വരും. അപ്പോൾ ഒരു അത്യാവശ്യം നിൽക്കുന്ന രീതിയിൽ ചെറിയൊരു കെട്ടിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ബോട്ടിലിൻ്റെ 3 ഇരട്ടി വലിപ്പമുള്ള കോട്ടൺ ത്രെഡ് മുറിച്ചെടുക്കുക. 3 ഇരട്ടിയോ അതിലധികം എന്തായാലും വേണം, അതിൽ കുറയരുത്. അതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു വരുന്ന സമയത്ത് ത്രെഡ് തികയാതെ വരും. അങ്ങനെ ഒരു പീസ് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് 3 ഇരട്ടി വലിപ്പത്തിൽ. ഇനി അതേ വലിപ്പത്തിൽ തന്നെയുള്ള 8 പീസുകൾ നമുക്ക് വേണം. അത് അളന്നിട്ട് 8 പീസ് വ്യത്യാസമില്ലാതെ മുറിച്ചെടുക്കാം. ഈ ഒരു ഉണ്ടനൂല് വെച്ചിട്ട് നമുക്ക് 4 ബോട്ടിൽ വരെ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഒരേ വലിപ്പത്തിലുള്ള 8 പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൽ ഒരു പീസ് എടുത്തിട്ട് നേർ പകുതിയായിട്ട് മടക്കണം. എന്നിട്ട് ആ മടക്ക് വരുന്ന ഭാഗം നമ്മൾ ബോട്ടിലിനൊരു കെട്ടിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ കഴുത്ത് ഭാഗത്ത്, അതിൻ്റെ അടിയിൽ കൂടെ ആ മടക്ക് വരുന്നത് പുറത്തേക്ക് എടുക്കുക, പുറത്തേക്ക് വലിച്ചെടുക്കുക. എന്നിട്ട് താഴേക്ക് വരുന്ന ആ പീസ് ആ മടക്കിൻ്റെ ഉള്ളിലൂടെ മുകളിലേക്ക് വലിച്ചെടുക്കുക. അതാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ വലിച്ചെടുക്കുന്ന സമയത്ത് രണ്ടിനെയും സൈസ് തമ്മിൽ വ്യത്യാസം ഉണ്ടാവരുത്. അതൊരുപോലെ വലിച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാ പീസും അധികം ഗ്യാപ്പൊന്നും ഇല്ലാതെ ഒരു ചെറിയൊരു വ്യത്യാസം മതി. അങ്ങനെ 8 പീസും നമ്മൾ ബോട്ടിലിൻ്റെ ചുറ്റിലും ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ എല്ലാ പീസും ബോട്ടിലിൻ്റെ ചുറ്റും അതുപോലെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കെട്ടി വെച്ചിരുന്ന ആ കെട്ട് അഴിക്കാം. ബോട്ടിലിൻ്റെ ആ കഴുത്തിന് കെട്ടിയിട്ടുള്ളത് ഇനി അത് നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക, അഴിയാത്ത രീതിയിൽ ശരിക്ക്. അപ്പോഴേ നമ്മൾ ആ വല പോലെ കെട്ടുന്ന സമയത്ത് അതിന് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ശരിക്ക് ടൈറ്റാക്കി കൊടുക്കുക. ഇനി ചെയ്യേണ്ടത്, നമ്മൾ കെട്ടിട്ടതിൽ 2 കയറ് വരുമല്ലോ, അതിൽ നിന്ന് ഒരു കയറും മറ്റേ കെട്ടിൽ നിന്ന് ഒരു കയറും കൂടെ എടുത്തിട്ട് ചേർത്തിട്ട് ഒരു ത്രികോണ ഷേപ്പിൽ ഒരേ സൈസിൽ, രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടാവരുത്, രണ്ടും ഒരേ പോലെ ആയിരിക്കണം അതിൻ്റെ ഗ്യാപ്പ് വരേണ്ടത്. എന്നിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുക. അതുപോലെ എല്ലാ സെറ്റിൽ നിന്നും ഓരോരോ കയറെടുത്തിട്ട് ഇതുപോലെ കറക്റ്റ് സൈസാക്കിയിട്ട് കെട്ടിട്ട് കൊടുക്കുക. അങ്ങനെ ചുറ്റും ഫസ്റ്റ് കെട്ട് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഫസ്റ്റ് ലെയറിലുള്ള എല്ലാ നോട്ടുകളും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ നോട്ടിൻ്റെ താഴെ നിന്നും ഓരോ പീസ് വീതം എടുത്തിട്ട് വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു നോട്ടും കൂടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ചുറ്റിലും ചെയ്യാം.
നമ്മൾ ഫസ്റ്റൊക്കെ ഇങ്ങനെ ചെയ്ത് വരുന്ന സമയത്ത് കുറച്ച് ലൂസ് പോലെ തോന്നും, കാരണം ബോട്ടിലിന് കറക്റ്റ് ഫിറ്റായി നിൽക്കാത്തത് പോലെ തോന്നും. പക്ഷേ നമ്മൾ കെട്ടുന്ന സമയത്ത് കറക്റ്റ് സൈസാണോ, കറക്റ്റ് ഗ്യാപ്പ് അല്ലേന്നൊക്കെ നോക്കിയിട്ട് കെട്ടിട്ട് കൊടുത്താൽ മതി. അവസാനം വരുന്ന സമയത്ത് കറക്റ്റ് ബോട്ടിലിന് ടൈറ്റായി നിന്നോളൂ. നമ്മളത് വലിച്ച് ഒട്ടിക്കുന്ന സമയത്ത് ശരിയാവും. അപ്പോൾ കെട്ടുന്ന സമയത്ത് മാത്രം ഒന്ന് അതിൻ്റെ സൈസ് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ ബോട്ടിൽ ആ ഒരു വലയുടെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചതുപോലെ നമുക്ക് തോന്നുള്ളൂ. ഇപ്പം ഞാൻ രണ്ടാമത്തെ സെറ്റും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മൂന്നാമത്തെയും നാലാമത്തെയും ഒക്കെ നോട്ട് ഒരേ സൈസിൽ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിതാ നോട്ടെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഓരോ പീസും ബോട്ടിലിൻ്റെ താഴ് ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് നല്ല ടൈറ്റാക്കി വലിച്ചിട്ട് നന്നായിട്ട് പെട്ടെന്ന് ഒട്ടുന്ന ഏതെങ്കിലും ഒരു ഗ്ലൂ വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. വലിച്ചിട്ട് വേണം ഒട്ടിക്കാൻ. ഞാനിപ്പോൾ എടുക്കുന്നത് ഗ്ലൂ ഗണ്ണാണ്. ഗ്ലൂ ഗണ്ണാകുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടും. ഫെവിക്കോളൊക്കെ ആകുമ്പോൾ ഒരുപാട് ടൈം നമ്മളിങ്ങനെ ഒരു ത്രെഡ് തന്നെ ഒരുപാട് ടൈം പിടിച്ച് നിൽക്കേണ്ടി വരും. ഗ്ലൂ ഗണ്ണാകുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടിക്കോളും. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ പീസ് നന്നായിട്ടൊന്ന് വലിച്ചിട്ട് ബോട്ടിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഓരോ പീസും ഒട്ടിച്ചെടുക്കുക. ഇനി ബോട്ടിലിൻ്റെ മുകൾ വശത്തേക്ക് നമുക്ക് മുഴുവനായിട്ട് ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ നേരത്തെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗം ഞാൻ ഫെവിക്കോൾ വെച്ചിട്ട് മുകളിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് കറക്റ്റ് അവിടെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഗ്ലൂ തേച്ച് കൊടുക്കണം. എന്നിട്ട് അടുപ്പിച്ച് ഓരോ ലെയറും ചുറ്റിയെടുക്കുക. ത്രെഡ് ചുറ്റുന്ന സമയത്ത് കഴിയുന്നതും ഫെവിക്കോൾ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഗ്ലൂ ഗണ്ണൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്ര വൃത്തി ഉണ്ടാവില്ല. ഉണങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഗ്ലൂ ഇങ്ങനെ പുറത്തേക്ക് കാണും, ഒട്ടും നീറ്റായിരിക്കില്ല. അപ്പോൾ ഫെവിക്കോൾ വെച്ചിട്ട് തന്നെ ത്രെഡ് ചുറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ത്രെഡ് മുഴുവനായിട്ട് ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഒരു കെട്ടിയിട്ടിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ അത് ഞാൻ വേറൊരു ബോട്ടിൽ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതതുപോലെ തന്നെ ഞാൻ വേറൊരു ബോട്ടിൽ നോട്ടിട്ട് കൊടുത്തതാണ്. ഇതിൻ്റെ താഴ്ഭാഗം ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിന് ഞാൻ 4 ഇരട്ടി നൂലെടുത്തിട്ടുണ്ട് ബോട്ടിലിനെക്കാട്ടിലും. അത് അവസാനം വന്ന സമയത്ത് റബ്ബറിട്ട് ടൈറ്റാക്കി കൊടുത്തതാണ്. ഇനി നമുക്ക് ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രയാണോ ഹൈറ്റ് വേണ്ടത് അതിൻ്റെ ഇരട്ടി വലിപ്പത്തിൽ നൂല് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആദ്യം ഒരു ചെറിയ കെട്ടിട്ട് കൊടുക്കുക. അതാണ് നമ്മൾ ബോട്ടിൻ്റെ ഒരു സൈഡിലേക്ക് വരുന്ന വലിപ്പമാണ്. എന്നിട്ട് ഒരു കെട്ടും കൂടെ ഇട്ടിട്ട് അത് നന്നാക്കി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ആ പീസ് ബോട്ടിലിൻ്റെ കഴുത്ത് ഭാഗത്ത് നന്നായിട്ട് ഒന്ന് വെച്ചിട്ട് അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലും കൂടെ ഒരു കെട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ വീണ്ടും ഒരു കെട്ടിട്ടിട്ട് നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. 2 കെട്ടുകളും ഓപ്പോസിറ്റ് സൈഡിൽ കറക്റ്റായിട്ട് നിൽക്കണം. കാരണം എങ്കിലേ നമ്മൾ ഹാങ് ചെയ്ത് നിൽക്കുമ്പോൾ അത് കറക്റ്റ് രീതിയിൽ ബോട്ടിൽ നിൽക്കുകയുള്ളൂ. അപ്പോൾ രണ്ടും നേരെ എതിർദിശയിലാണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആ കെട്ടിലാണ് ഈ ബോട്ടിൽ ശരിക്കും തൂങ്ങി നിൽക്കുന്നത്, വേറെ ഒന്നുമായിട്ട് കണക്ഷൻ ഇല്ല. അപ്പോൾ 2 കെട്ടുകൾ അത്രക്കും ടൈറ്റായിട്ട് നിൽക്കണം. എന്നിട്ട് 2 കയറും കൂടെ മുകളിലേക്ക് കെട്ടിക്കൊടുക്കാം. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ താഴ്ഭാഗത്ത് നിന്ന് കോട്ടൺ ത്രെഡ് ചുറ്റിയെടുത്താൽ മതി. ഇനി ഹാങ് ചെയ്ത് വെക്കുന്നില്ലെങ്കിൽ സാധാ പോലെ തന്നെ ചുറ്റിയെടുത്താലും മതി. അപ്പോൾ നമ്മുടെ ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പ്ലാന്റുകളൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന നല്ലൊരു ബോട്ടിലാണ്. ഇനി അതല്ലെങ്കിൽ നൈറ്റിലൊക്കെ ചെറിയ ലൈറ്റൊക്കെ അതിൻ്റെ ഉള്ളിലിട്ടിട്ട് വെച്ചാൽ പഴയൊരു റാന്തൽ വിളക്കിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു മോഡൽ പോലെ തോന്നും. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ ടു സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.